ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മധ്യകേരളത്തിലെ ഏക ജില്ലയായ ഇടുക്കിയിൽ ഇന്ന് കലാശക്കൊട്ട്. പരസ്യപ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പ്രചാരണം സജീവമാക്കിയിരിക്കുകയാണ് ഇടതുവലത് മുന്നണികൾക്കൊപ്പം BJP. 2005 തെരഞ്ഞെടുപ്പ് ഫലം പ്രതീക്ഷിച്ച് LDFും 2010 ആവർത്തിക്കാൻ UDFും ഇരുവിഭാഗത്തിന്റെയും കണക്കുകൂട്ടലുകൾ തെറ്റിക്കാൻ BJPയും പ്രചാരണ രംഗത്ത് സജീവമാണ്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ 16 ഡിവിഷനുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലെ 8 ഡിവിഷനുകളിലേക്കും 2 മുനിസിപ്പാലിറ്റികളിലേക്കും 52 ഗ്രാമപഞ്ചായത്തുകളിലേക്കുമാണ് മത്സരം. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും 43 ഗ്രാമപഞ്ചായത്തുകളും ഭരിക്കുന്ന UDFിന് ഇത്തവണ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് LDF മുന്നറിയിപ്പ് നൽകുന്നു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MM മണി. KM മാണിക്ക് എതിരെയുള്ള കോടതി വിധി ഒരു UDFിനേറ്റിരിക്കുന്ന ഒരു ആഘാതം തന്നെയാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ പ്രചരണത്തിൽ ആ പ്രശ്നം ഉയർത്തുകയും ചെയ്യും. അല്ലാതെ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ മേൽക്കൈ നേടും, വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. എന്നാൽ ഭരണ തുടർച്ചയ്ക്ക് ജനം വോട്ട് നൽകുമെന്നാണ് DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് അഭിപ്രായപ്പെടുന്നത്. ഞങ്ങൾ എന്തിനാ ഭയപ്പെടേണ്ട? ഒരു വിരുദ്ധ വികാരം ഇവിടെ ഉണ്ടാകുന്ന പ്രതീക്ഷിക്കേണ്ട കാര്യം എന്താ? എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാണ്. ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നാട്ടിലെ ജനങ്ങൾക്ക് 100% അറിയാം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ 100% തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടെ നേരിടുന്നു. പഴയ വിജയം എന്നല്ല, ചിലപ്പോൾ അതിനേക്കാൾ കൂടിയ വിജയം ഈ ജില്ലയിലുണ്ടാകും. SNDPയുമായി കൂട്ടുകൂടിയത് തിരിച്ചടിയാകില്ല എന്ന കണക്കുകൂട്ടലുമായി BJPയും രംഗം കൊഴുപ്പിക്കുന്നുണ്ട്. പെമ്പിളി ഒരുമൈ മത്സരരംഗത്തുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രത്യേകതയാണ്. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയ്ക്കൊപ്പം വിമതരെ അമർച്ച ചെയ്യുന്നതിൽ UDF നേതൃത്വത്തിനേറ്റ പരാജയം LDFിന് കരുത്തായിട്ടുണ്ട്. എന്നാൽ വിമതർ കാര്യമായ വോട്ട് പിടിക്കില്ല എന്ന് തന്നെയാണ് UDF നേതൃത്വം കണക്കുകൂട്ടുന്നത്. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്.